2024 3 മണിക്കൂർ ബലാത്സംഗം ചെയ്ത ആളെ 2025 ഒക്ടോബറിൽ അതേ 3 മണിക്കൂർ ഒറ്റയ്ക്ക് കാണണം എന്ന് പറയുന്നതിന്റെ ലോജിക് എന്താണ്? എല്ലാവർക്കും ബോധ്യമാകാൻ വേണ്ടി ആ സ്ക്രീൻഷോട്ടുകൾ ഞാനിവിടെ പങ്കുവയ്ക്കുന്നു. നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തെ മനഃപൂർവ്വം ഇല്ലാതാക്കാൻ, അതായത് രാഷ്ട്രീയ എതിരാളി ഇല്ലാതാക്കാൻ, തങ്ങൾക്കെതിരെ തിരിയുന്ന ആ ശബ്ദത്തെ നിശബ്ദമാക്കാൻ വേണ്ടി ചമച്ചുണ്ടാക്കുന്നതാണ് ഇപ്പോൾ നടക്കുന്ന പീഡന കേസുകൾ എന്ന് തെളിയുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ പോണത്. അതായത് അവർ ആരോപിക്കുന്ന ആരൊക്കെയാണോ ഇതിന്റെ പിന്നിൽ കച്ചകെട്ടി ഇറങ്ങുന്നത്, അവർ പ്രതി ചേർത്ത് വെച്ചിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലായ്മ ചെയ്യാൻ ഇരയാക്കി ആരെയൊക്കെയോ ചമച്ചു വെക്കുന്നതാണ് യഥാർത്ഥത്തിൽ അവർ ഇര എന്ന് പറയുന്നവർ ഇത് അറിഞ്ഞിട്ട് പോലുമില്ല എന്നതാണ് ഇപ്പൊ പുറത്തു വരുന്നത്. ഫെനി നയനാന്റെ ചില വെളിപ്പെടുത്തലുകളുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ പണി തുടങ്ങി എന്നർത്ഥം. വിശദമായി കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൂടി കേട്ടാലേ ഇതൊരു പൂർണ്ണത വരുള്ളൂ. ഇവിടെ ഞാൻ പിൻ ചെയ്ത് കൊടുക്കാം. ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടാൽ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാവും. ഫെനി നയനാൻ ആണ് രണ്ടാമത്തെ കേസിൽ, അതായത് നമ്മുടെ ആദ്യത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യത്തെ ഗർഭഛിദ്ര കേസ് ഉണ്ടല്ലോ, ഗർഭം കലക്കിയ കേസ്, ആ കലക്കിയ കേസിന് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി, മുൻകൂർ ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന രണ്ടാമത്തെ കേസ്. ആ രണ്ടാമത്തെ കേസിൽ ബാംഗ്ലൂരുള്ള ഏതോ ഒരു യുവതിയെ കാറിൽ കൊണ്ടുപോയി രാഹുൽ മാങ്കൂട്ടത്തിനെ പീഡിപ്പിക്കാൻ ഇട്ടുകൊടുത്ത ശേഷം ആ പീഡനമൊക്കെ കഴിഞ്ഞ്, ബലാത്സംഗമൊക്കെ കഴിഞ്ഞ്, ഇപ്പൊ പറഞ്ഞതുപോലെ തുപ്പലും മുഖത്തടിക്കലും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെയും ഉണ്ടായിരുന്നു. തിരക്കഥ അത് തന്നെയാണ്. അതായത് കാർബൺ കോപ്പി എടുത്തിട്ട് ഫോട്ടോ കോപ്പി എടുത്തതിന് ശേഷം അതിന്റെ പേര് മാത്രം മാറ്റി എഴുതിയതുപോലെയാണ് എന്നാണ് തോന്നുന്നത്. ആ നിലയിൽ കഥ മെനഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു. അത്രയും ക്രൂരമായ പീഡനമൊക്കെ കഴിഞ്ഞ ശേഷം തിരികെ ആ യുവതിയെ കൊണ്ടാക്കിയതും അവിടെ നിന്ന് കൊണ്ടുപോയതും ഫെനി നയനാനാണ് എന്ന നിലയിൽ കാര്യങ്ങൾ അന്ന് കഥകൾ പറഞ്ഞിരുന്നു. ഇവിടെ പോലീസ് കേസെടുക്കുമ്പോൾ ആ കേസിൽ രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രതി, അതായത് കൂട്ടുപ്രതി, ഇതെല്ലാം ചെയ്തു കൊടുത്ത പ്രതി ഫെനി നയനാനാണ്. എന്നാൽ ഫെനി നയനാനാകട്ടെ ജാമ്യാപേക്ഷയും കൊടുത്തിട്ടില്ല, ഇതുവരെ ഫെനിയെ കസ്റ്റഡിയിലും എടുത്തിട്ടില്ല, അറസ്റ്റും ചെയ്തിട്ടില്ല, യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അതായത് ആ കേസ് ഒരു ജെനുവിൻ കേസായിരുന്നുവെങ്കിൽ പോലീസ് ആരോപിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അതിജീവിത എന്നവർ പറയുന്ന, പരാതി കൊടുത്തു എന്ന് പറയുന്ന ആ ഇമെയിൽ പെണ്ണ് പറയുന്നത് ശരിയാണ് എന്നുണ്ടെങ്കിൽ ഫെനി നയനാനും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം ജയിലിൽ കിടക്കേണ്ടതാണ്. പക്ഷെ അത്തരത്തിലുള്ള ഒരു കിടപ്പില്ല. അതിനർത്ഥം അത്തരത്തിലുള്ള ഒരു പരാതി കേവലം ഒരു ഇമെയിൽ കെട്ടിച്ചമച്ച പരാതി മാത്രമാണ്, അങ്ങനെ ഒരാൾ ഇല്ല എന്ന് തന്നെയാണ്. മാത്രമല്ല അവർക്ക് ഇപ്പോ മൊഴി കൊടുക്കാൻ സൗകര്യമില്ല എന്നൊക്കെയാണ് പറയുന്നത്. പരാതി കൊടുക്കാൻ സമയമില്ല, നമുക്ക് അതിന് പിന്നാലെ പോകാൻ നേരമില്ല എന്നൊക്കെയാണ്. അതായത് ഒരു പരാതിക്കാരി ഇല്ല, ഇല്ലാത്ത ഒരു പരാതിക്കാരിയെ കെട്ടിച്ചമച്ചു, ഇല്ലാത്ത കഥയുണ്ടാക്കി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയമുണ്ട്, ആദ്യത്തെ കേസും ഇപ്പോഴത്തെ കേസും ഇങ്ങനെ തന്നെയാണോ? ഇപ്പോഴത്തെ കേസിനെ കുറിച്ച് ചില കഥകളൊക്കെ പറയുന്നുണ്ട്. ഫെനി നയനാൻ ഇതിനെ കുറിച്ച് വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുള്ള ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ അദ്ദേഹം പങ്കുവച്ചിട്ടുള്ള ആ കാര്യം പറഞ്ഞ ശേഷം ഒരല്പം സംസാരിക്കാം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമതൊരു പരാതി വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിട്ട് ദിവസങ്ങളായി. പരാതിക്കാരിയായ സ്ത്രീയെ, അതായത് അതിജീവിത പറ്റി ഒരു വിവരങ്ങളും സ്വാഭാവികമായും ആർക്കും അറിയാൻ കഴിയില്ലല്ലോ. എനിക്കും അതേപ്പറ്റി അറിയില്ല. എന്നാൽ മാധ്യമങ്ങളിൽ നിന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന വിവാഹിതയായ ഒരു സ്ത്രീ ആണെന്നും അവർ എനിക്ക് KSU പരിപാടിക്ക് പണം തന്നിട്ടുണ്ട് എന്നും അവർക്ക് രാഹുലുമായി സൗഹൃദം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളിൽ നിന്നറിഞ്ഞു. എന്റെ പേര് പറഞ്ഞത് കൊണ്ട് ഞാൻ അത് ശ്രദ്ധിച്ചു. എനിക്ക് അങ്ങനെ ഒരു സ്ത്രീയെ അറിയാം. KSU നടത്തിയ ഒരു പരിപാടിക്ക് പണം തന്നിട്ടുണ്ട്. 5000 രൂപയാണ് തന്നത്. അവർ പണം തന്ന ദിവസം തന്നെ അവരുടെ പേര് ഉൾപ്പെടുത്തി അവർ എടുത്ത 50 കൂപ്പണുകളുടെ എണ്ണവും കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആക്കിയിട്ടുള്ളതുമാണ്. എന്നാൽ അവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തു എന്ന വിവരം എനിക്ക് അതിശയകരമായി തോന്നി. കാരണം ഈ അതിജീവിത എന്നോട് 2025 നവംബർ വരെ സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും കോടതിയിൽ തെളിവായി കൊടുക്കാൻ ഈ കേസ് വാദിക്കുന്ന ശാസ്തമംഗലം അജിത് സാറിനും അദ്ദേഹത്തിന്റെ ജൂനിയർ ശേഖർ സാറിനും കൊടുത്തിട്ടുണ്ട്. അവർ അത് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ പരാതി വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള മാധ്യമ വിചാരണയാണ് നടക്കുന്നത്. ഇതിലെ സത്യം അറിയാവുന്ന ഞാൻ അത് മുഖ്യധാര മാധ്യമങ്ങളിലെ ചിലരോട് പങ്കുവച്ചു. എന്നാൽ അതിൽ രാഹുലിന് അനുകൂലമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു മാധ്യമവും അത് ചാനലിൽ കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടത് അവരുടെ അജണ്ടയ്ക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ്, അല്ലാതെ വാർത്തകളല്ല. അതുപോലെ രണ്ടാമത് വന്ന പരാതിയിൽ രാഹുൽ MLA ഒരു പെൺകുട്ടിയെ ഹോം സ്റ്റേയിൽ എത്തിച്ച് ബലാത്സംഗം ചെയ്തു എന്നതായിരുന്നു പരാതി. അങ്ങനെ ബലാത്സംഗം ചെയ്യാൻ പെൺകുട്ടിയെ ഹോം സ്റ്റേയിൽ എത്തിച്ചു കൊടുത്തത് ഞാൻ ഓടിക്കുന്ന കാറിലായിരുന്നു എന്നാണ് പരാതി. കേട്ടാൽ വളരെ ഗൗരവമുള്ള കുറ്റകൃത്യം. ആ കേസ് വന്നപ്പോൾ തന്നെ ഞാൻ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞതാണ്, അങ്ങനെ ഒരു സംഭവം ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല.
അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു പെൺകുട്ടിയെ അറിയില്ലെന്ന്. അതുമായി ബന്ധപ്പെട്ട് എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചു, എന്നിട്ട് അറസ്റ്റ് പോലും ചെയ്തില്ല. അങ്ങനെ ബലാത്സംഗം ചെയ്യാൻ പെൺകുട്ടിയെ എത്തിച്ചു കൊടുത്തു എന്ന ഗൗരവമായ ആരോപണമുള്ള എന്നെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണ്? ഒരു തെളിവും ഇല്ലാത്തത് കൊണ്ടാണെന്ന് ഉറപ്പാണല്ലോ, അല്ലാതെ പോലീസ് എന്നെ സഹായിച്ചതല്ലല്ലോ. ഏതെങ്കിലും മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തോ? ധാർമ്മികമായി രാഹുൽ MLA തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വിധിക്കാൻ ഞാൻ ആളല്ല. എന്നാൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ എതിരായ ഒരു കുറ്റവും അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും മാധ്യമങ്ങൾ അവരുടെ അജണ്ട വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൂ. കല്ലെറിയുന്നവർ കല്ലെറിയൂ, ഇമോഷണൽ കഥകൾ മെനയുന്നവർ അത് ചെയ്യൂ, PR കാപ്പി കുടിക്കുന്നവർ അത് ചെയ്യൂ. പക്ഷെ ഇവിടെ കോടതിയുണ്ട്, സത്യം അവിടെ തെളിയും. അന്ന് ഇയാളെ വേട്ടയാടിയവർ മനസ്സുകൊണ്ടെങ്കിലും മാപ്പ് പറയണം. NB, ഈ പോസ്റ്റിൽ ഞാൻ അതിജീവിത ആരെന്ന് പറഞ്ഞിട്ടില്ല, ഒരു ഐഡന്റിറ്റിയും വെളിപ്പെടുത്തിയിട്ടില്ല. അതൊരു മുൻകൂർ ജാമ്യമായിട്ടാണെന്ന് തോന്നുന്നത്. കാരണം അതില് ഷെയർ ചെയ്യുമ്പോൾ ഈ പോസ്റ്റിൽ എവിടെയെങ്കിലും ഒക്കെ അതിജീവിത എന്ന് പറയുന്ന പരാതി കൊടുത്ത സ്ത്രീയുടെ പേര് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വെളിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിന് കേസെടുക്കാൻ മടിയൊന്നുമില്ല. കാരണം പേരൊന്നും പറയണമെന്നില്ല, പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ കേസെടുത്താൽ മതി. ഇവിടെ പ്രസക്തമായ 2 ചോദ്യങ്ങൾ ഫെനി നാനൻ ചോദിക്കുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം ഈ കേസിലെ 2ാം പ്രതിയാണ്. 2ാം പ്രതിയായ അദ്ദേഹത്തെ ജസ്റ്റ് ഒന്ന് ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ട് പിന്നെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല, അദ്ദേഹത്തെ എന്തുകൊണ്ട് അതുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല? ഇവിടെ ഫെനി നാനൻ ചോദിക്കുന്ന 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിൽ പ്രധാനപ്പെട്ടത്, ഈ കേസിലെ 2ാം പ്രതിയാണ്. 2ാം പ്രതിയായിട്ട്, അതായത് ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത് കാറിൽ കൊണ്ടുചെന്നാക്കി പീഡിപ്പിക്കാൻ രാഹുലിന് കൊടുത്ത ശേഷം, രാഹുൽ പീഡിപ്പിച്ച ശേഷം തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ള ഒരു പ്രതി, കൂട്ടുപ്രതിയായിട്ടുള്ള 2ാം പ്രതിയായിട്ടുള്ള ഫെനി നാനൻ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല? 2ാമത്തെ ചോദ്യം ഇവിടുത്തെ മാധ്യമങ്ങളോടാണ്. അവർ വാർത്തകളാണ് ചെയ്യുന്നതെങ്കിൽ, സത്യസന്ധമായ വാർത്തകളാണ് ചെയ്യുന്നതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്ഷം കേൾക്കേണ്ടതാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തെ കല്ലെറിയാനും, രാഹുൽ മാങ്കൂട്ടമാണ് സത്യം, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ് കാര്യങ്ങൾ എന്നത് വളച്ചൊടിച്ചുകൊണ്ട് അവർക്ക് പറ്റിയ രീതിയിൽ അജണ്ട ക്രിയേറ്റ് ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കുരിശിൽ തറക്കാനാണ് നടക്കുന്നത്. ആ മാധ്യമപ്രവർത്തകരോട് ഫെനി നാനൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യാത്ത കാര്യം നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല? അതായത് നിങ്ങൾ ഇരയെക്കുറിച്ച് സംസാരിക്കുന്നു, ഇരയുടെ വേദനയെക്കുറിച്ച് സംസാരിക്കുന്നു, ഇരയുടെ വിഷമതകളെ കുറിച്ചും സംഭവിച്ചിട്ടുള്ള അപമാനത്തെക്കുറിച്ചും വന്നിട്ടുള്ള ജീവിത നാശത്തെക്കുറിച്ചും ഒക്കെ നിങ്ങൾ സംസാരിക്കുന്നു. പക്ഷെ അതിനൊക്കെ കാരണക്കാരനായ എന്നെ കുറിച്ച്, അല്ലെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യാത്തതിനെ കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നില്ല? ഈ ചോദ്യത്തിന് പ്രസക്തി ഇല്ലേ? വളരെ വലിയ പ്രസക്തി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇന്ന് ഫെനി നാനൻ ഒരു പോസ്റ്റ് കൂടി വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ ബന്ധപ്പെട്ട സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചിട്ടുമുണ്ട്. ഞാൻ ആ സ്ക്രീൻഷോട്ടുകളിൽ ഇരയെ വെളിപ്പെടുത്തുന്ന യാതൊരു വിവരങ്ങളും അതിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിലും പിണറായി പോലീസിന് കേസെടുക്കാൻ അതൊന്നും തൽക്കാലം വേണ്ട, വെറുതെ അങ്ങ് കേസെടുക്കാൻ സാധിക്കും. കുറച്ച് കേസുകളിൽ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു കാരണം കൊണ്ട് തൽക്കാലം ഇനിയൊരു കേസ് ഉണ്ടാക്കി ആ ജാമ്യം കളയേണ്ട എന്നത് കൊണ്ട് മാത്രം ഞാൻ തൽക്കാലം കൊടുക്കുന്നില്ല. പിന്നെ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് അത്തരം സ്ക്രീൻഷോട്ടുകൾ ലഭിക്കും. ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. രാഹുൽ MLA വിഷയത്തിൽ എന്റെ പേര് പരാതിക്കാരി പരാതിയിൽ പറഞ്ഞെന്ന് ഞാൻ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. തുടർന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ മുഖ്യധാര മാധ്യമങ്ങൾ ആരും സ്പേസ് തരാതെ ഇരുന്നപ്പോൾ ഞാൻ അത് ഫേസ്ബുക്കിലൂടെ പൊതു എടുത്ത് പറഞ്ഞു. ഒരു കാര്യത്തിൽ 2 വശവും പറയാനുള്ള അവസരം പോലും നിഷേധിക്കുന്ന സമീപനമാണ് മാധ്യമങ്ങൾക്കുള്ളത്. അത് ശരിയാണോ എന്ന് അവർ പരിശോധിക്കട്ടെ. തുടർന്ന് ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട ശേഷം എനിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത്. എന്നെയും എന്റെ കുടുംബത്തെയും വരെ ആക്രമിക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി വിശദമാക്കാം എന്ന് കരുതുന്നു. എന്നോട് സംസാരിച്ചിരുന്നതിന്റെ അവസാന കാലത്ത്, അതായത് 2 മാസം മുമ്പ്, രാഹുൽ MLA കാണാൻ പരാതിക്കാരി പലവട്ടം എന്നോട് അവസരം ചോദിച്ചു. പലവട്ടം ഒഴിവാക്കാൻ നോക്കി. നിർബന്ധം സഹിക്കവയ്യാതെ വന്നപ്പോൾ പാലക്കാട് ഓഫീസിൽ ചെന്നാൽ കാണാം എന്ന് പറഞ്ഞു. അതുപോരാ, സ്വകാര്യത വേണം എന്നും, ഓഫീസിൽ എപ്പോഴും പാർട്ടിക്കാരും സ്റ്റാഫും ഒക്കെ ആയതുകൊണ്ട് സ്വകാര്യത ലഭിക്കില്ല എന്നും പറഞ്ഞു. രാഹുൽ MLA ഫ്ളാറ്റിൽ കാണാം എന്നും 3-4 മണിക്കൂറെങ്കിലും സമയം വേണം എന്നും പരാതിക്കാരി എന്നോട് പറഞ്ഞു. ഫ്ളാറ്റിൽ രാത്രിയാണെങ്കിലും കണ്ടാൽ മതിയെന്ന് അവർ പറഞ്ഞു. ഫ്ളാറ്റിൽ അസൗകര്യം ആണെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ഒരു ഡ്രൈവ് പോകണം എന്നും, MLA ബോർഡ് വെച്ച വണ്ടി വേണ്ട, അവർ വരുന്ന വണ്ടി മതി എന്നും അവർ എന്നോട് പറഞ്ഞു. 2024 ഏപ്രിലിൽ ബലാത്സംഗം ചെയ്തു എന്ന് അവർ പറയുന്ന ആളിനെ 2025 ഒക്ടോബറിൽ ഐ പ്രിഫർ ഹിസ് ഫ്ലാറ്റ്, സേഫ് പ്ലേസ്, നൈറ്റ് ആയാലും കുഴപ്പമില്ല എന്നവർ പറഞ്ഞതിന്റെ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. അങ്ങനെ അവർ പറഞ്ഞത് അറിയാവുന്നത് കൊണ്ടാണ് അവർ ബലാത്സംഗ പരാതി പറഞ്ഞത് അത്ഭുതപ്പെടുത്തി എന്ന് ഞാൻ പറഞ്ഞത്. 2024 3 മണിക്കൂർ ബലാത്സംഗം ചെയ്ത ആളെ 2025 ഒക്ടോബറിൽ അതേ 3 മണിക്കൂർ ഒറ്റയ്ക്ക് കാണണം എന്ന് പറയുന്നതിന്റെ ലോജിക് എന്താണ്? എല്ലാവർക്കും ബോധ്യമാക്കാൻ വേണ്ടി ആ സ്ക്രീൻഷോട്ടുകൾ ഞാനിവിടെ പങ്കുവയ്ക്കുന്നു. NB, സ്ക്രീൻഷോട്ടുകളിലോ എഴുത്തുകളിലോ കേസിലെ പരാതിക്കാരി അതിജീവിതയുടെ പേരോ ചിത്രമോ മേൽവിലാസമോ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള മെസ്സേജോ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതാകുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ മനസ്സിലാക്കുന്നത് 2024 ഏപ്രിലിൽ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നുണ്ട്.
ആ അവർ 2025 ഒക്ടോബറിൽ വീണ്ടും രാഹുലിനെ 3 മണിക്കൂർ നൈറ്റ് ഡ്രൈവ് അല്ലെങ്കിൽ സ്വകാര്യമായി കാണണമെന്ന് പറയുന്നതിന്റെ സാങ്കത്യം എന്താണ്? അതായത് ശക്തമായ തെളിവുകളാണ് ഫെനീനാൻ കൊടുത്തുവിടുന്നത്. ഇത് ഡിജിറ്റൽ തെളിവുകളാണ്. പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടാത്തത് നമ്മളൊക്കെ പല കേസുകളിലും ജാമ്യമെടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ്. ഇതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അത്രയധികം വരില്ല എന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ സത്യങ്ങൾ വിളിച്ചു പറയുന്നത് കൊണ്ട് നമുക്കെതിരെയും ചില നിയമ നടപടികളൊക്കെ ഉണ്ട്. ഏതായാലും ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കേസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് തികച്ചും കെട്ടിച്ചമച്ച കേസാണ്. അതായത് ഇവർ പറഞ്ഞിട്ടുള്ള ആ വിദേശ വനിത എന്ന് പറയുന്നത് അതുമായിട്ടുള്ള ഇടപാടുകൾ ഇവർക്കറിയാം. അവർ ഇത്തരത്തിലുള്ള ഒരു ബന്ധം നടത്തിയിട്ടില്ല എന്നറിയാം, മറ്റു കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ പിന്നെ ഈ പരാതിക്കാരി കൊടുത്തു എന്ന് പറയുന്ന ചാറ്റ് ഹിസ്റ്ററിയുടെ ചരിത്രം കൂടി നോക്കണം. സത്യം പറഞ്ഞാൽ ഇവിടെ മാധ്യമങ്ങൾ ഒരു വശം മാത്രമാണ് പറയുന്നത്, മറുവശം പറയുന്നില്ല. അതായത് എന്താണ് സത്യമെന്ന് മാധ്യമങ്ങളോട് പറയുമ്പോൾ ആ വശം പറയാൻ അവർ കൂട്ടാക്കുന്നേ ഇല്ല എന്നാണ് പറയുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാധ്യമങ്ങൾക്ക് വലിയ വില കൊടുത്ത് അവരെ വില കെട്ടിയെടുത്തിരിക്കുന്നു എന്ന് വേണം സംശയിക്കാൻ. കാരണം ഒരു മാധ്യമവും മറുവശം പറയാൻ കൂട്ടാക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന്റെ ആ MLA-യുടെ കേസുകളെല്ലാം കോടതിയിൽ പുഷ്പം പോലെ വലിച്ചെറിയപ്പെടുന്ന യാതൊരു തെളിവുമില്ലാത്ത നിലനിൽക്കാത്ത കേസാണ് എന്ന് അറിഞ്ഞിട്ടുകൂടി ഒരക്ഷരം മിണ്ടാൻ, രാഹുലിന് പറയാനുള്ളത് പറയാൻ, അല്ലെങ്കിൽ യഥാർത്ഥ വസ്തുത അറിയാവുന്നവർക്ക് പറയാൻ ഒരു സ്പേസ് കൊടുക്കാതിരിക്കുന്നതിൽ നിന്ന് തന്നെ എന്താണ് ഇതിന്റെ ഗൂഢലക്ഷ്യം, എന്തിനു വേണ്ടിയാണ് ഈ കാര്യങ്ങൾ നടത്തുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയും. Different angles. Don't forget to subscribe and support this channel.